മിറായ് സിനിമയ്ക്ക് ഇന്നലെ ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് ശരിക്കും ഒരു 60 കോടി രൂപയുടെ ഉള്ളിലെ ബഡ്ജറ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ കണ്ടാൽ ഒരു 400 കോടിയൊക്കെ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ എന്ന് അവകാശപ്പെടുത്ത് വരുന്ന സിനിമകളില്ലേ, ആ ലെവലിന് കാണുമ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 400 കോടി ബഡ്ജറ്റിലൊക്കെ ഇറങ്ങുന്ന സിനിമയിലെ ഹീറോയ്ക്ക് തന്നെ കൊടുക്കണം 200 300 കോടിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ സിനിമകൾക്ക് അത്രയും ബഡ്ജറ്റ് വരുന്നത്. പക്ഷേ ഈ സിനിമയിലെ ഹീറോ വില്ലന്മാർക്കൊക്കെ അത്രയും വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെറിയ സംഖ്യ കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാർ രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് പറയാം. ശരിക്കും 400 കോടിക്കൊക്കെ ഉള്ള സിനിമയും ഈ സിനിമയും കാണുമ്പോൾ ഏകദേശം സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പ്രൊഡ്യൂസർമാർ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇനി ഈ സിനിമ പുരാണങ്ങളെ ബേസ് ചെയ്തുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പുരാണത്തിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളെ പറയുന്നില്ല. പക്ഷേ പുരാണത്തിലുള്ളവരൊക്കെ സിനിമയിലുണ്ട് താനും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പുരാണത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മതത്തിൽ, അതിപ്പോൾ ഹൈന്ദവ മതമോ മുസ്ലിം മതമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമോ ഏതുമാകട്ടെ, അതിലുള്ള ആ ഒരു ദൈവങ്ങൾ അതേപോലെ അതിലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് അതേപോലെ തന്നെ ഇരുന്നോട്ടെ. അതിനെ വീണ്ടും എന്തൊക്കെ മാറ്റി മറിച്ച് സാങ്കല്പികമായിട്ടൊക്കെ എടുക്കേണ്ട ആവശ്യം എൻ്റെ അഭിപ്രായത്തിലില്ല. അങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള സിനിമകളൊക്കെ നേരത്തെ പലതവണ വന്നു പോയല്ലോ. പണ്ടാണെങ്കിൽ രാമായണം മഹാഭാരതം സിനിമകൾ പണ്ട് വന്നിട്ടുണ്ട്. ആ പണ്ട് വന്ന സിനിമകൾ പിന്നീട് VFX കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് വീണ്ടും നല്ല ലെവലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഈ റൈറ്റർമാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് കാർത്തിക് ഘട്ടംനേനിയാണ്. അങ്ങേര് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടറും അതേപോലെ സിനിമാറ്റോഗ്രാഫറും അങ്ങേര് തന്നെയാണ്. അങ്ങേര് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥകളെ ഇങ്ങനെ സാങ്കല്പികമായിട്ട് ചിത്രീകരിക്കുന്നതോട് എനിക്ക് അഭിപ്രായമില്ല. അതിന് പകരം പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാമായിരുന്നു. അപ്പോൾ മതപരമായ കാര്യങ്ങളെ അതേപോലെ തന്നെ വിടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സിനിമ കാണാൻ ഒരു രസത്തിന് വേണ്ടി കാണാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത്. ഇത് ഇങ്ങനെ സാങ്കല്പികമാണ്, ഒരിക്കലും അങ്ങനെ എടുത്തിട്ടുള്ളതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാം. അപ്പോൾ ഇനി സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ വില്ലൻ മനോജ് കുമാർ മഞ്ജു ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ താഞ്ച കെല്ലർ എന്നൊരു ആക്ഷൻ ലേഡിയും ഇതിലുണ്ട്. ഇവർ രണ്ടുപേരുമാണ് വില്ലന്മാർ. ഇവർ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. മനോജ് കുമാർ മഞ്ജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് എന്താണോ ആ ഒരു കഥാപാത്രം കൊടുത്തിരിക്കുന്നത് അതായിട്ട് തന്നെ മാറാൻ മാക്സിമം അങ്ങേര് കൂറു പുലർത്തി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങേരുടെ ആക്ഷൻ ആകട്ടെ, ആ വില്ലനിസം ആകട്ടെ, ആ ഭാവങ്ങളാകട്ടെ, എല്ലാം മനോജ് കുമാർ മഞ്ജുവിലാണ് ഈ സിനിമ ഒതുങ്ങുന്നത് എന്ന് പറയാം. അങ്ങേരുടെ കഥാപാത്രവും ഈ കഥയിൽ വളരെയധികം സ്ട്രോങ് ആണ്. ആ സ്ട്രോങ്ങിനനുസരിച്ച് തന്നെ പുള്ളി നന്നായി ചെയ്തത് കൊണ്ട് നമ്മുടെ ഫോക്കസ് മുഴുവൻ മനോജ് കുമാർ മഞ്ജുവിലാണ് പോകുന്നത്. അതേപോലെ പുള്ളിയോടൊപ്പം ഉള്ള ആ ടാഞ്ച കെല്ലർ എന്ന അഭിനേത്രി, അവരും നന്നായിട്ട് ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അവരും ആയോധന കലകളൊക്കെ നല്ല പഠിച്ചവരാണെന്ന് അവരുടെ ആക്ഷനിൽ തന്നെ തെളിഞ്ഞ് കാണാം. മനോജ് കുമാറും തന്നെ നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങേരുടെ ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ആയുധങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള വളഞ്ഞ ഷേപ്പുള്ളതും ഒക്കെ ആയ ആയുധങ്ങളാണ്. അതും അവരുടെ ആ വേഷത്തിന് നന്നായിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണോ അതിന് യോജിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളും അവർ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വില്ലന്മാർക്ക് വേണ്ടിയിട്ട് ഈ സിനിമ നന്നായിട്ടുണ്ട്. അതേപോലെ ഇതിൽ ശ്രിയ ശരൺ, അവർ വളരെ സീരിയസ് ക്യാരക്ടറാണ്. ജഗപതി ബാബു വളരെ സീരിയസ് ക്യാരക്ടറാണ്. ഇവരൊക്കെ അവരുടെ ഭാഗം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടൻ ഇതിലുണ്ട്. ജയറാമേട്ടന് കൊടുത്തിരിക്കുന്ന കഥാപാത്രം വളരെ സ്ട്രോങ് കഥാപാത്രം കേട്ടോ. അത് ഹിമാലയ പർവ്വതത്തിലുള്ള ഒരു സംഭവമാണ്. ആ കഥാപാത്രം വളരെ സ്ട്രോങ് ആണ്. പക്ഷേ പുള്ളിയുടെ ഒരു ശൈലിയിലുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോമഡി ഇല്ലേ പുള്ളിക്ക്, അത് ചെയ്യുന്ന ഭാഗങ്ങളും ഇതിൽ വരുന്നുണ്ട് പുള്ളിക്ക്.
ശരിക്കും അങ്ങനെ ചെയ്യില്ല. ആ കഥാപാത്രം ഒരിക്കലും അങ്ങനത്തെ കോമഡികൾ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഭാഗങ്ങളും ജയറാമേട്ടനായതുകൊണ്ട് അങ്ങേർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് കാർത്തിക് ഘട്ടംനേനി, ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ അദ്ദേഹം കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങേര് അങ്ങനെയും വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കി ഭാഗങ്ങളൊക്കെ പുള്ളിക്ക് സീരിയസ് തന്നെയാണ് കേട്ടോ. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ എഫക്ട്സ്, CGI വർക്കൊക്കെ നല്ല പക്കാവാണ് കേട്ടോ. ഒരുപാട് വർക്ക് അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയധികം ബഡ്ജറ്റ് നമുക്ക് തോന്നുന്നത്, വളരെ വലിയൊരു സിനിമയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിലൊരു ഗരുഡനെ കാണിക്കുന്നുണ്ട്, സമ്പാദി ഗരുഡൻ. അത് സംഭവം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ വലിയ ഒരു സാധനമായിട്ട് തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ സിനിമയുടെ ആ പിക്ചറിൽ കണ്ടില്ലേ, പോസ്റ്ററിൽ കണ്ടില്ലേ, അതേപോലെ തന്നെ സിനിമയിലും ഉണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ മറ്റേ വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ സ്ക്രീൻ വർക്ക് ഒക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ആ ഒരു ലെവലിൽ ഒരു സ്ട്രോങ് ഉണ്ട്. ഇനി ഇതിലത്തെ ഹീറോ തേജ സജ്ജ, എന്താ ഇത്? തേജ സജ്ജയെ എനിക്ക് ഈ സിനിമയിൽ അത്രയ്ക്ക് സുഖിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വില്ലൻ്റെ കഥാപാത്രത്തിൻ്റെ ആ സ്ട്രോങ് ഹീറോയ്ക്ക് ഉണ്ട്. സ്ട്രോങ് ഉണ്ട് ഹീറോയ്ക്ക്. പക്ഷേ അത് കാണിക്കണ്ടേ? കാണിച്ചിട്ടില്ല. പുള്ളീനെ കാണിക്കുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾ കളിച്ചുകൊണ്ട് വരണ പോലെ പിക്ക് പോക്കറ്റും മറ്റതും മറിച്ചുമായിട്ട് ആ കഥാപാത്രം അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പുള്ളി അഭിനയിച്ചിരിക്കുന്നത്, വേറെ നിവൃത്തിയില്ലല്ലോ. പക്ഷെ ആ കഥാപാത്രത്തിന് എത്രത്തോളം സ്ട്രോങ് ഈ സിനിമയിൽ പറയുന്നുവോ അത്രത്തോളം സ്ട്രോങ് കാണിക്കുന്നത് മുതലേ കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് ഈ വില്ലന് സൂട്ടാവുള്ളൂ. കാരണം മാരക വില്ലനാണ് സിനിമയിലുള്ളത്. പുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതിന് പറ്റിയ ഹീറോ ആയിട്ട് വരണ്ടേ? പുള്ളിയുടെ ബോഡി ലാംഗ്വേജിന് ഒത്ത ഒരു ബോഡി ലാംഗ്വേജും അല്ല തേജ സജ്ജയ്ക്ക് ഉള്ളതെങ്കിലും പുള്ളിയുടെ അഭിനയം കൊണ്ട് അത് പെരുപ്പിക്കാം. പക്ഷേ അഭിനയം കൊണ്ട് പുള്ളി പെരുപ്പിക്കാൻ ശ്രമിച്ചാലും കഥാപാത്രം ഈ രീതിയിൽ പോകുന്നത് കൊണ്ട് അത് അത്രയേ പെരുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം കഥാപാത്രത്തെ കാർത്തിക് ഘട്ടംനേനി ഒന്നുകൂടി ഫസ്റ്റ് തന്നെ സ്ട്രോങ് ആക്കാമായിരുന്നു. അപ്പോഴല്ലേ നന്നായി വരുള്ളൂ. അതല്ലാതെ അത് എപ്പോഴും വീഴ്ചകളും അടികൊള്ളലും അങ്ങനെ പോകണ്ടായിരുന്നു. അതേപോലെ പുള്ളിയുടെ കോസ്റ്റ്യൂം എന്താ? പാൻറ്റിൽ കുറേ കീശകളൊക്കെ ഉള്ള പാൻറ്റും ടീഷർട്ട്, ആ കോസ്റ്റ്യൂം മതിയോ? അതൊരു സുഖമില്ല. അതേസമയം നമ്മുടെ വില്ലനുള്ള മറ്റേ കോസ്റ്റ്യൂമൊക്കെ സൂപ്പറാണ്, പുള്ളിയുടെ മേക്കപ്പ് സൂപ്പറാണ്. അതേപോലെ താഞ്ച കെല്ലറിൻ്റെ ആ ഒരു വേഷവും അവരുടെ ആ സംഭവങ്ങളൊക്കെ സൂപ്പറാണ്. അത് ഹീറോയ്ക്ക് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതൊരു മോശമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട്, പുള്ളിയുടെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട്. അതേസമയം പുള്ളിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സിനിമയിൽ ഉള്ളിൽ. പക്ഷേ ആക്ഷനൊന്നും വില്ലന്മാരുടെ അത്ര സ്ട്രോങ് ഇല്ല കേട്ടോ. അങ്ങനെയാണ് പോണത്. ആ വില്ലനോടൊപ്പമുള്ള ഫൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം വില്ലൻ അത്രയും സ്ട്രോങ്ങിൽ നിൽക്കുകയാണ്. പുള്ളി ചെയ്യുന്ന കാര്യങ്ങളും പുള്ളിക്ക് കണ്ടുപിടിക്കുന്ന വാളും അതൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ അയാളുടെ അടുത്ത് ഇയാൾ എത്തുമ്പോൾ ഉള്ള ഒരു ആക്ഷനിലുള്ള നമ്മുടെ പ്രതീക്ഷയില്ലേ, അത് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് സുഖം എനിക്ക് തോന്നിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഹീറോ വില്ലൻ്റെ അത്രയ്ക്ക് പോരാ. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ആവറേജ് ആയിട്ട് ആണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കൂടി അവർക്ക് ഉഷാറാക്കാമായിരുന്നു.